കരിമ്പുഴയിൽ ഡെങ്കിപ്പനി വ്യാപിക്കുന്നു. ഒരു മരണം. ജാഗ്രതാ നിർദ്ദേശവുമായി ഗ്രാമപഞ്ചായത്ത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്നതായി റിപ്പോർട്ട്. ഇന്ന് പുലർച്ചെ പഞ്ചായത്തിൽ ഒരു ഡെങ്കി മരണവും സംഭവിച്ചു. നിലവിൽ 100-ലധികം ഡെങ്കിപ്പനി കേസുകളാണ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കരിമ്പുഴ 2-ാം വില്ലേജിലാണ് ആദ്യമായി ഡെങ്കിപ്പനി കേസ് സ്ഥിരീകരിച്ചത്. ഇതിന് പിന്നാലെ 1-ാം വില്ലേജിലും രോഗബാധ റിപ്പോർട്ട് ചെയ്തു. രോഗബാധിതരുടെ എണ്ണം ഉയർന്നതോടെ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. മഴക്കാലപൂർവ്വ മുന്നൊരുക്കങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളും പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കൃത്യമായി നടന്നു വന്നിരുന്നതിനിടയിലാണ് രോഗവ്യാപനം ആശങ്കയുയർത്തുന്നത്. സ്കൂൾ NSS വിദ്യാർത്ഥികൾ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മസേന, ആരോഗ്യ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ ഒന്നിച്ചു നിന്ന് വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടത്തിയിരുന്നു. രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനായി ആരോഗ്യ പ്രവർത്തകർ, പ്രാദേശിക ക്ലബ്ബ് ഭാരവാഹികൾ, റബ്ബർ കർഷകർ, കവുങ്ങ് കർഷകർ, ക്ഷീര കർഷകർ എന്നിവരെ ഉൾപ്പെടുത്തി അടിയന്തര യോഗങ്ങൾ ചേർന്നതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി അറിയിച്ചു. തോട്ടങ്ങളിലും കൃഷിയിടങ്ങളിലും വെള്ളം കെട്ടിക്കിടന്ന് കൊതുക് പെരുകാനുള്ള സാഹചര്യം ഒഴിവാക്കാൻ കർഷകർക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. കൊതുകുകൾ മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുള്ള ഉറവിടങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക. കൊതുക് കടി ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുക. പനി ബാധിച്ചാൽ ഒട്ടും സമയം കളയാതെ എത്രയും വേഗം അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലെത്തി വിദഗ്ധ ചികിത്സ നേടുക. സ്വയം ചികിത്സ പൂർണ്ണമായും ഒഴിവാക്കുക. സാഹചര്യം നേരിടാൻ ആരോഗ്യവകുപ്പും പഞ്ചായത്തും സന്നദ്ധമാണെന്നും പൊതുജനങ്ങളുടെ പൂർണ്ണമായ സഹകരണം പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഡെങ്കിപ്പനി കൂടുതലായിട്ട് റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റിപ്പോർട്ട് വരുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ എല്ലാ വാർഡുകളിലും മഴയുടെ മുന്നൊരുക്കം എന്നുള്ള നിലക്ക് എല്ലാ വാർഡുകളും ശുചീകരണ പരിപാടികളൊക്കെ ആരംഭിച്ചുകൊണ്ട് തുടർന്നുകൊണ്ടിരുന്നിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഇന്ന് പുലർച്ചെ നമ്മുടെ പഞ്ചായത്തിൽ ഒരു ഡെങ്കി ഡെത്ത് ഉണ്ടായിരിക്കുന്നത്. പ്രവർത്തനങ്ങൾ മുറയ്ക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മളെ സ്കൂളിലത്തെ NSSൻ്റെ കുട്ടികളും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരും ആശാ വർക്കർമാരും കുടുംബശ്രീ ഹരിതകർമ്മസേന എല്ലാവരും കൂടി എല്ലാ വാർഡുകളിലും പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പഞ്ചായത്തിൽ 100-ലധികം കേസുകൾ റിപ്പോർട്ടുണ്ട്. അതിലാണ് ഇപ്പോൾ ഇന്നൊരു ഡെത്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കരിമ്പുഴ പഞ്ചായത്തിൽ മറ്റേ ആരോഗ്യ പ്രവർത്തകരെയും ക്ലബ്ബുകാരെയും വിളിച്ച് യോഗങ്ങൾ ചേരുകയും തുടർന്ന് വാർഡുകളിൽ കമ്മിറ്റി കൂടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ ഒരു 2 ആഴ്ച മുന്നേ ഒരു എലിപ്പനി മരണവും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യം നോക്കിയപ്പോൾ അവരുടെ വീടുകളിൽ മറ്റേ നായ്ക്കളെ വളർത്തുന്ന കുറച്ച് സങ്കേതങ്ങൾ കണ്ടു. അപ്പോൾ അവിടെ അന്വേഷിച്ച് പോയി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ 15-ാം തീയതി നമ്മളെ പഞ്ചായത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയൊക്കെ വിളിച്ചുകൊണ്ടൊരു യോഗം വിളിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ മറ്റേ റബ്ബർ ഉടമ കർഷകരെയും കവുങ്ങ് കർഷകരെയൊക്കെ വിളിച്ചിട്ട് ഇവിടെ യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു. ക്ഷീര കർഷകരെ വിളിച്ചിട്ട് യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ തന്നെ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യമായി റിപ്പോർട്ട് വന്നത് എലമ്പലാശ്ശേരി 2 വില്ലേജിലാണ് ആദ്യം ഡെങ്കി റിപ്പോർട്ട് വന്നത്. അതിനുശേഷം ഇപ്പോൾ 1 വില്ലേജിലും 2ത്തിയും കൂടി റിസൾട്ടാണ് ഞാൻ 100-ലധികം കേസുകൾ പറഞ്ഞു കഴിഞ്ഞത്. അപ്പോൾ ജനങ്ങൾ നിർബന്ധമായിട്ടും പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ മറ്റേ വീടിൻ്റെ പരിസരം പ്രത്യേകിച്ച് വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ അത് പ്രത്യേകം ഒഴിവാക്കി അത് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ മറ്റേ പനി വന്ന വീട്ടിലിരിക്കാതെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ പോവുക, ചികിത്സ തേടുക, ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുക എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. പിന്നെ കൂടുതലായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. അതുപോലെ തന്നെ കൊതുക് കടി കൊള്ളാത്ത രൂപത്തിൽ ശരീരം മറച്ചുകൊണ്ടുള്ള ഡ്രസ്സ് ഇടുക. അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിലാണെങ്കിലും കിടക്കുമ്പോഴൊക്കെ കൊതുക് വല പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക. പിന്നെ അതുപോലെ തന്നെ ക്ഷീര കർഷകർ ഡോക്സ് ഗുളിക കഴിക്കുക, നിർബന്ധമായിട്ടും ഗുളിക കഴിക്കുക.
എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ടു വില്ലേജിലൊക്കെ മറ്റേ വണ്ടിയിലൊക്കെ അനൗൺസ്മെൻ്റൊക്കെ കൊടുത്തുകൊണ്ടുള്ള പ്രചരണം നടത്തിയിട്ടുണ്ടായിരുന്നു. മറ്റേ ഫോഗിങ് നടത്തിയിട്ടുണ്ട്. വീടുകളിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും ആളുകളോട് ഒന്നേ പറയാനുള്ളൂ, വീടിൻ്റെ പരിസരം വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുക. കൊതുക് വളരാനുള്ള സോഴ്സുകൾ നശിപ്പിച്ച് കളയുക. അപ്പോൾ വീടിൻ്റെ പരിസരമൊക്കെ പോകുമ്പോൾ തന്നെ വീടിൻ്റെ പരിസരത്തു കൂടെ കൊതുക് വളരാനുള്ള കൂത്താടികളെ പോസിറ്റീവ് കണ്ടെയ്നറുകൾ കൂടുതലായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതിന് നമ്മൾ ആരോഗ്യപ്രവർത്തകർ അത് മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടി കർശനമായിട്ട് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്.